ഓക്കെ, സോ ഇനി നമ്മളെല്ലാരും വെയിറ്റ് ചെയ്ത മൊമെന്റ് ആണ്. എന്താ നമ്മളെ വെയിറ്റ് ചെയ്തില്ലേ? നിനക്കൊക്കെ എന്താണ് പെണ്ണുങ്ങളുടെ പുറകെ പ്രാന്താണോ എന്ന് പറഞ്ഞ് മലയാള സിനിമയിൽ കാല് വെച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നസ്ലൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഇവിടെ മത്സരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും, വിജയികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. സിനിമനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല എനിക്കും. നിങ്ങളെപ്പോലെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് ഈ സിനിമ. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവതരിപ്പിച്ചൊരു കലാപരിപാടിയാണ് ആലപ്പുഴ ജിങ്കാന. അതിന് നിങ്ങൾ ഏപ്രിൽ മാസം തിയേറ്ററിൽ വരികയാണ് ആ സിനിമ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ പോയി കണ്ട് ഞങ്ങൾക്ക് 1ാം സമ്മാനം തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരെയും കണ്ടതിലും ഇവിടെ വരാൻ സാധിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷം. ഈ സിനിമയുടെ പാർട്ടാവാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. സിനിമ എല്ലാവരും അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ കാണാനുള്ള പടമുണ്ട് എന്തായാലും. ഇതൊരു ടീം, വലിയൊരു ടീമിന്റെ ഒരു പടമാണ്, ഒരു സ്റ്റോറി അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലെ. അപ്പം ഈ സിനിമയുടെ സെറ്റിന്റെ ഇടയിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും? ഒന്നൊന്നല്ല 2-3 ഇടി മറക്കാൻ പറ്റാത്ത ഇടികളുണ്ട്. പിന്നെ അല്ല, മെയിൻലി ഈ ഒരു ജേർണി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പടം ചെയ്യുന്നത്. ഇത്രയും നാള് കൂടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 6-7 മാസം അതിന്റെ ട്രെയിനിങ്, അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുക, ആ സിനിമയുടെ കൂടെ ഒരു ഏകദേശം 1 വർഷത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പം അത് ഒത്തിരി മീൻ ചെയ്യുന്നുണ്ട് ഈ സിനിമ. ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഡയറക്ടർ റഹ്മാൻ ഖാനൊക്കെ കൂടുതൽ അടുത്തറിയാൻ പറ്റി. ജിംഷിക്ക, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി സ്പെസിഫിക് ആണ് ഇൻസിഡന്റ്. സ്പെസിഫിക് ഈ ചോദ്യം എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ആണോ? ഉണ്ടോ? അല്ല, ഫൈറ്റാണ് എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആക്ഷൻ മൂവിയിൽ പാർട്ടാവുന്നത്. ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ഇൻവോൾവ് ചെയ്ത് അത് ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് മറക്കാൻ പറ്റാത്തത് അതാണ്. എന്തായാലും താങ്ക് യു. നസ്ലിൻ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇടിച്ചിട്ട് ഒരാളെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചൊരു സീനുണ്ട്. അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത്. ചോര വന്ന ആളെ എടുത്തോണ്ട് പോയി സ്ട്രെച്ചറിൽ എടുത്തോണ്ട് പോയി ഹോസ്പിറ്റലിലാക്കിയത്. ഇതേപോലെ കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഫൈറ്റിൽ അല്ലേ. ഓക്കെ, നമ്മുടെ കൂട്ടത്തില് നസ്ലന്റെ ഒരു ഫാൻ ബോയ് വരച്ചൊരു പടമുണ്ട്. അപ്പം ആ പടം കൊടുക്കാൻ